ഓക്കെ, നമുക്ക് രണ്ടാം ദിവസത്തെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രവർത്തനം 6 പലഹാരമേള എന്നും പറഞ്ഞ് ഒരു 12 പലഹാരങ്ങളുടെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. ദോശ, പുട്ട്, കുഴലപ്പം, പഴംപൊരി, ചപ്പാത്തി, പത്തിരി, നൂലപ്പം, ഓട്ടട, അച്ചപ്പം, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, ഇലയട. ചോദ്യം ഇതാണ്: ആവിയിൽ വേവിക്കുന്നവയും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ചു വയ്ക്കണേ. നമുക്ക് ആവിയിൽ വേവിക്കുന്നവ, ചുട്ടെടുക്കുന്നവ, വറുത്തെടുക്കുന്നവ എന്ന് 3 പട്ടികയാക്കാം. ആദ്യം ആവിയിൽ വേവിക്കുന്നവ ഏതൊക്കെയാ? പുട്ട്, നൂലപ്പം, ഇലയട, കൊഴുക്കട്ട. ഇനി ചുട്ടെടുക്കുന്നവ ഓട്ടട, പത്തിരി, ചപ്പാത്തി, പിന്നെ ദോശ. ഇനി വറുത്തെടുക്കുന്നവ കുഴലപ്പം, അച്ചപ്പം, ഉണ്ണിയപ്പം, പഴംപൊരി. ഓക്കെ, ഇനി വേവിക്കാതെ കഴിക്കാവുന്ന 2 ആഹാര സാധനങ്ങളുടെ പേര് എഴുതുക. നമ്മൾ വേവിക്കാതെ കഴിക്കുന്നത് എന്തൊക്കെയാണ്? തൈര്, മോര്, നാരങ്ങ വെള്ളം, സാലഡ്, അല്ലേ? അങ്ങനെ ഒത്തിരി ആഹാരങ്ങൾ നമ്മൾ വേവിക്കാതെ കഴിക്കാറുണ്ട്. മയോണൈസ്, ഇതൊക്കെ നമുക്ക് വേവിക്കാതെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വരുക രുചിയുടെ വ്യത്യാസമായിരിക്കും. ഉപ്പുള്ളത്, മധുരമുള്ളത്, കയ്പുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആഹാര സാധനങ്ങൾ പാകം ചെയ്യുന്നതും അറിയണം, അതിൻ്റെ രുചി അറിയണം, വേവ് എങ്ങനെയാണത്, അതിൻ്റെ വെന്ത് വരുന്നത് ഏത് രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് പ്രവർത്തനം 7, ആമയും അമ്മയും. ഇവർ പറയുന്നത് എന്താണ്? അമ്മയും മോളും കൂടെ എന്തായിരിക്കും സംസാരിക്കുന്നത്? ആമയുടെ സ്കൂളിൽ പലഹാരമേള കഴിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ഇവർ തമ്മിൽ പറയുന്ന സംഭാഷണം? നമുക്ക് എന്ത് ചോദിക്കാം? മോളെ, എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആമ എന്ത് പറയുന്നു? അമ്മയെ കൊണ്ടുവന്നു. അപ്പോൾ അമ്മ, നീ എത്ര പലഹാരങ്ങൾ കഴിച്ചു? ഞാൻ 2 പഴംപൊരി കഴിച്ചമ്മേ. ജാനി എന്താണ് കൊണ്ടുവന്നത്? ജാനി പഴംപൊരിയാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ നിങ്ങൾക്ക്, അതായത് ടീച്ചർ പറയുന്ന രീതിയിൽ സംഭാഷണം എഴുതണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, അക്ഷരത്തെറ്റൊന്നും വരാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ സംഭാഷണം എഴുതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് വിജയി ആര്? കൂട്ടങ്ങൾ ചേർത്ത് സംഖ്യ എഴുതും. അപ്പം ഇതെന്ത് ചെയ്യണം? കൂട്ടിയിട്ട് നമ്മൾ ഇവർ മാല കോർക്കൽ മത്സരം നടത്തുകയാണ്. അപ്പോൾ ഇതിൽ ഓരോരുത്തരും കോർത്ത കല്ലുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആർക്കാണ് കൂടുതൽ കിട്ടിയതെന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. അതിൽ ഏറ്റവും കുറവ് കിട്ടിയതായിരുന്നു അറിയണം. അപ്പം നമുക്കിത് ഒന്ന് എണ്ണി നോക്കാം. 10, 20, 30, 33. 10, 20, 9, 29. 10, 20, 30, 30. ഇപ്പം ഏറ്റവും കൂടുതൽ, അതായത് വിജയിച്ചതാരാണ്? 33 കിട്ടിയത് ആമിക്ക്, അല്ലേ? അതുപോലെ ഏറ്റവും കുറവ് കോർത്തതാരാണ്? ജാനി, 29. അപ്പോൾ ജാനി. അടുത്ത പ്രവർത്തനം വളകൾ ഇടാം. 11 വളകൾ 2 കൈകളിലുമായി എങ്ങനെയൊക്കെ ഇടാം? നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച പാഠഭാഗത്തിലുള്ള അതേ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ വലത് കൈയിലും ഇടത് കൈയിലുമായിട്ട് 11 വളകൾ ഇടണം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇടാം? അപ്പോൾ 6, 5. ഇനി 5 1 ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ 7 ആവും. 4, 8, 3, 9, 2, 10, 1. ഇനി 11 0 ഇടാൻ പറ്റുമോ? ഇല്ല, 2 കൈയിലും വള വേണം. അപ്പം നമുക്ക് തിരിച്ച് ഇടാം. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 6, അല്ലെങ്കിൽ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 7. ഈ രീതിയിലാണ് നമ്മൾ വളകൾ കോർക്കേണ്ടത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ ഒരു ചോദ്യഭാഗത്തുണ്ടായത്. അടുത്ത പ്രവർത്തനമായി നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.